गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरुवे नमः। ओम शांति शांति शांति। നമസ്കാരം. നമ്മുടെ പ്രദേശത്തുള്ള പ്രായമായ, അതായത് പ്രായം കൊണ്ട് മുതിർന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു കൂട്ടായ്മയാണ് വയോജന സൗഹൃദ കൂട്ടായ്മ. 2024 മാർച്ച് 7 കോഴിക്കോട് ജില്ലാ വിവേകാനന്ദ സേവാ പ്രവർത്തക സംഘം എന്ന ഈ ഒരു സാമൂഹ്യ സാംസ്കാരിക സംഘടന ഇവിടെ ഈ കല്ലായി കേന്ദ്രമാക്കിക്കൊണ്ട് ഈ വയോജന സൗഹൃദ കൂട്ടായ്മ ആരംഭിച്ചത്. ഈ ആരംഭിക്കാനിടയായൊരു പ്രധാന സാഹചര്യം എന്ന് പറയുന്നത്, ഈ പ്രദേശത്തൊക്കെ ആളുകൾ തിങ്ങിപ്പാർക്കുന്നൊരു പ്രദേശമാണ് ചക്കുംകടവ് പയ്യാനക്കൽ പ്രദേശം എന്ന് പറയുന്നത്. അവിടെ വീടുകളിലുള്ള അമ്മമാരും അച്ഛന്മാരും, അതായത് മുതിർന്ന ആളുകൾ, 60 വയസ്സിന് മുകളിലുള്ള ആളുകൾ, അവരുടെ ഒരു മാനസികമായിട്ടുള്ള സന്തോഷത്തിനും അവരുടെ ഒരു ഐക്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കൂട്ടായ്മ ആരംഭിച്ചത്. അപ്പോൾ അവരിവിടെ വരുന്ന സമയത്ത് പൂർണ്ണമായിട്ടും വളരെ സന്തോഷത്തോടു കൂടിയുള്ള കാര്യപരിപാടികളിലാണ് ഇടപഴകിയിട്ട് പോകുന്നത്. നമ്മുടെ കരുത്തല്ലോ കനകമണിയായി തിങ്ങി നിൽക്കുന്നു. പങ്കുവയ്ക്കുക തുല്യമായി നമ്മളൊന്നല്ലേ. ഈ കനകമണികൾ മുത്തുമണികൾ നമ്മുടേതല്ലേ. പങ്കുവയ്ക്കുക തുല്യമായി നമ്മളൊന്നല്ലേ.
അവർക്ക് ഒരു സന്തോഷം ലഭിക്കുന്നതിനായിട്ട് അങ്ങനെയുള്ള ചില ഇൻഡോർ ഗെയിംസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുള്ളു തുറന്ന് പാട്ട് പാടും, ചിലവർ കഥ പറയും. അപ്പോൾ പാട്ട് എന്ന് പറയുമ്പോൾ തന്നെ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പാട്ടുകളാണ്. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം. അർത്ഥതപ്പെട്ടതല്ലെങ്കിലും ഞാൻ എൻ്റെ അന്തരംഗം മുന്നിൽ തുറന്നു വച്ചു. അർത്ഥതപ്പെട്ടതല്ലെങ്കിലും ഞാൻ എൻ്റെ അന്തരംഗം മുന്നിൽ തുറന്നു വച്ചു. അങ്ങയോടൊത്തന്നെ ജീവിതം പങ്കിടാൻ അവിവേകിയായ ഞാനാഗ്രഹിച്ചു. പിരിയാറേ പിരിയാറേ പർവ്വത നിരയുടെ പനിനീര് കുളിരും കൊണ്ട് കുടുങ്ങി നടക്കുന്ന മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. മയിലാടും മുന്നിൽ പിറന്നു, പിന്നെ മയിലാക്കി കാട്ടിൽ വളർന്നു. അതായത് ചിലവർ സിനിമാ ഗാനങ്ങൾ പാടും, ചിലവർ ഭക്തിഗാനം പാടും, ചിലവർ നാടൻ പാട്ടും കവിതയൊക്കെ പാടും. പിന്നെ അതുപോലെ തന്നെ ചെറിയ കഥകൾ ചിലവർ പറയും. അപ്പോൾ അതൊരു കൂട്ടായ്മ രൂപപ്പെടുന്ന സമയത്ത് അവിടെ ഉള്ളിൽ ഇത്തരം കാര്യപരിപാടി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു സന്തോഷം അവർക്കുണ്ടാവും. അങ്ങനെ 2024 മാർച്ച് 7 തുടങ്ങി ഇപ്പം ഇന്ന് വരെ, ഈ വ്യാഴാഴ്ച വരെ മുടങ്ങാതെയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വ്യാഴാഴ്ചയും നമ്മളൊരു 1.5 മണിക്കൂർ കൃത്യമായ ഒരു സിലബസ് തയ്യാറാക്കിക്കൊണ്ടാണ് അവർക്ക് കൊടുക്കുന്നത്. ഒരു നാട്ടുവർത്തമാനം എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട്. അതിൽ ഈ നാട്ടിലുള്ള വരാൻ പോകുന്ന കാര്യപരിപാടികൾ, ഈ പ്രദേശത്തെ പൊതുവായിട്ടുള്ള ചില ഉത്സവങ്ങൾ പോലത്തെ കാര്യങ്ങൾ, അതുപോലെ എല്ലാവരും പൊതുവെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്യും. ഓരോരുത്തരും അവർക്ക് അറിയുന്ന കാര്യങ്ങൾ പറയും. കൂടാതെ വിജ്ഞാനം പകരുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ, ഈ ജനറൽ നോളേജ് പോലത്തെ കാര്യങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്യും. പിന്നെ മിക്ക വ്യാഴാഴ്ചകളിലും പുറത്തുനിന്ന് ഒരു അതിഥി, അതായത് സമൂഹത്തിലെ സമാദരണീയരായിട്ടുള്ള ആളുകൾ, അത് പോലീസിൽ നിന്നാവാം, വക്കീൽ, ഡോക്ടേഴ്സ്, അധ്യാപകർ, അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ അവരുടെ ഇൻട്രാക്ഷനിലൂടെ ഇവർക്ക് കിട്ടുന്ന ഒരു അനുഭൂതിയുണ്ട്. അതും ഈ ഒരു 1.5 മണിക്കൂറിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിന് മുമ്പേ 2 അതിഥികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു വരുമെന്ന്. പന്നേകര പോലീസ് സ്റ്റേഷനിലെ ബീറ്റ് ഓഫീസർ വിജേഷ്, അതേപോലെ തന്നെ പന്നേകര പോലീസ് സ്റ്റേഷനിലെ ASI സുനിത മേഡം, 2 പേരും ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് നമുക്ക് വയോവൃദ്ധരായ നമുക്ക് എന്തെല്ലാം സേവനങ്ങളാണ് ചെയ്യുക എന്നതിനെ പറ്റിയിട്ട് അവർ സംസാരിക്കും. അതിനു വേണ്ടിയിട്ട് വിജേഷിനെ ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം സുന്ദരവള സംസാരിക്കും. നമ്മുടെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ എല്ലാത്തിനും മുൻപിൽ, അല്ലേ? അപ്പൊ അതും നമുക്ക് പറയണം. അതിന്റെ കൂടെ എല്ലാത്തിനും സ്ത്രീകളാണ് മുന്നിട്ടിറങ്ങുന്നത്. ഇപ്പൊ എല്ലാ മേഖലയിലും സ്ത്രീകളാണ് മുന്നിട്ടിറങ്ങുന്നത്. അപ്പൊ ഇത് എത്ര വർഷമായി ഈ ഒരു ഇത് തുടങ്ങിയിട്ട്? ആദ്യമായി കേട്ടാൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കായിരുന്നു. എന്നാലും എനിക്ക് വിദേശത്തേക്ക് പറയാം. മാർച്ച് 7 വന്ന 2 വർഷം 2 വർഷം പൂർത്തീകരിച്ചു ഈ ഒരു കൂട്ടായ്മ തുടങ്ങിയിട്ട്. എത്ര പേരുണ്ട് ഈ കൂട്ടായ്മയിൽ? 86 ആളുകളാണ് ഈ കൂട്ടായ്മയിലുള്ളത്. അപ്പം ഇതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തു? 2 വർഷം കൊണ്ട് എന്തൊക്കെ ചെയ്തു എന്നൊന്ന് പറയുമോ? എല്ലാവരും കുറേ പാട്ടുകാരാണ്. നമ്മളിവിടെ വരുമ്പോൾ തന്നെ ഓരോരുത്തർ പാടുന്നുണ്ട്. ഒരാൾ പാട്ട് പാടി കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് കൈമാറുന്നുണ്ട്, അടുത്ത ആൾ ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നുണ്ട്, ഒരാൾ പാട്ട് പുസ്തകം കയ്യിൽ വെച്ച് നിൽക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടത്. അപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ചെയ്യാനുള്ള പ്രാപ്തിയുണ്ട്. നമ്മളിനി 100 കൊല്ലം വരെ ജീവിക്കും.
അങ്ങനെ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. എപ്പോഴും അങ്ങനെയാണ്, നമുക്ക് എപ്പോഴും ഹാപ്പിയാണ്. ഇപ്പം തന്നെ നിങ്ങൾ എല്ലാവരും കൂടി കാണുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക്. ഞാനതാ വിജേഷിനോട് ഞങ്ങൾ പറഞ്ഞു, വിജേഷ് പറഞ്ഞു ഇങ്ങനെ പരിപാടി ഉണ്ടോ, ഞാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം നോക്കാം. അതൊക്കെ ചെയ്തു എന്നുള്ളതിന് ആരൊന്നും മറുപടി പറയുന്നില്ല. എന്തൊക്കെ ചെയ്തു 2 വർഷം കൊണ്ട്? ഞങ്ങള് ഈ സംഘടനയുടെ വിവേകാനന്ദ സഹപത്ര സംഘത്തിന്റെ നേതൃത്വത്തിൽ വയോമിത്രങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തിരുന്നു. ആ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തിരുന്നു. പച്ചക്കറി വിത്തുകളും തൈകളെല്ലാം അമ്മമാർ കൊണ്ടുപോയി പല വീടുകളിലും അത് വളർത്തിയെടുത്തിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളുടെ സംഘടനയുടെ നേതൃത്വത്തിൽ വയോമിത്രം കൂട്ടായ്മ ഞങ്ങളൊരു യാത്ര പോയി. ഇനിയൊരു യാത്ര പോകാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ യാത്ര പോയത് നമ്മുടെ പിഷാരിക്കാവ്, പിന്നെ ശ്രീ രവിശങ്കറിൻ്റെ ആശ്രമം, പിന്നെ നമ്മുടെ കോഴിക്കോട്ടെ പ്ലാനറ്റോറിയമാണ് ഞങ്ങളെ ഈ പ്രായമായ ആളുകൾക്ക് ഏറ്റവും അവിസ്മരണീയമായി വന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അതാരും തന്നെ പോയ 30-40 ആളുകളുണ്ട്. 1-2 ആളുകൾ മാത്രമേ പ്ലാനറ്റോറിയം സന്ദർശിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക് അന്നാണ് അതിന് തയ്യാറായതും അവസരം ഉണ്ടായതും. ഏതായാലും അന്നത്തെ ആ യാത്ര വളരെ സന്തോഷകരമായിരുന്നു എല്ലാവർക്കും. പിന്നെ ഈ എല്ലാ ആളുകൾക്കും വ്യാഴാഴ്ച എന്നൊരു ദിവസം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വ്യാഴാഴ്ച ആകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക. പിന്നെ അതിന് മുന്നേ ശാന്തിഗിരി ആശ്രമത്തിൽ യാത്ര പോയിരുന്നു. ഇനി ഞങ്ങൾ എവിടെ യാത്ര പോകണം എന്നുള്ള ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾക്ക് യാത്ര പൂർത്തിയാക്കണം. കാരണം എല്ലാം പ്രായമുള്ള ആളുകളല്ലേ. രാവിലെ ഒരു 7 മണിക്ക് പോയിട്ട് വൈകുന്നേരം 7 മണിക്ക് തിരിച്ചെത്തുന്ന രീതിയിലാണ് ഞങ്ങൾ യാത്രകളൊക്കെ ആസൂത്രണം ചെയ്യാറുള്ളത്. ഇനി അങ്ങനെ തന്നെയാണ് കാണുന്നത്. പിന്നെ വിവേകാനന്ദ പാറ, അത് ഞങ്ങളുടെ സംഘടനയുടെ ഒരു ആശയം കൂടിയാണ്. തിരുവനന്തപുരം വിവേകാനന്ദ പാറ സന്ദർശിക്കുക എന്നുള്ളത് അതും നമ്മുടെ വയോമിത്രങ്ങളുടെ ഒരു ലക്ഷ്യമാണ്. അതും ഞങ്ങൾ പൂർത്തീകരിക്കാൻ സാധ്യതയുണ്ട്. അത് ഞങ്ങൾക്ക് ഇനി സഹകരണങ്ങളൊക്കെ എല്ലാ ഭാഗത്തും വേണം എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഓക്കെ, ഞങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റ് വിനോയ് പയ്യാനൊക്കെ സംഘടനയിൽ ചെറുപ്പക്കാരാണ് കൂടുതലുള്ളത്. 2ാം വർഷം മാർച്ച് 7 പറഞ്ഞല്ല പൂർത്തീകരിക്കുന്ന ദിവസം. അതിൻ്റെ ഇടയിൽ എല്ലാ വ്യാഴാഴ്ചയും ഈ കൂട്ടായ്മയിൽ പുറമേ നിന്ന് പ്രസിഡന്റ് ആരെങ്കിലും ഒരു VIP ആയിട്ട് ഇവിടെ എത്തിക്കും. ഇവർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുക. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല വിജ്ഞാനപരമായുള്ള അറിവും ഇവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ പല എന്തുകൊണ്ടും ഇവർ വ്യാഴാഴ്ച മനോഹരൻ പറഞ്ഞ മാതിരി വ്യാഴാഴ്ച വരെ കാത്തിരിക്കുക. ഇപ്പം ഇവർ 86 വയസ്സായി. ഈ ശ്രീ ഇപ്പം വന്നപ്പം ഞാൻ ഒരു ഫോട്ടോ കാണിച്ചപ്പോൾ പറഞ്ഞത് വ്യാഴാഴ്ച കാത്തിരിക്കുക. നിങ്ങളെ 55 പേരില്ലേ? 55 പേരും നല്ല രീതിയിൽ ജീവിക്കുന്നവരായിരിക്കും അല്ലേ? ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതില്ല. നമുക്ക് ഈ കൂട്ടായ്മയിൽ നമ്മൾ എന്തൊരു കൂട്ടായ്മ ഉണ്ടെങ്കിലും ഒരു 10 പേര് കൂടിയാൽ അതിൽ ദുഷിപ്പല്ലാതെ നല്ലത് ചെയ്യണം അല്ലേ? അതല്ലേ അപ്പോഴല്ലേ മറ്റുള്ളൊരു ഗുണം ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് ഇത്രയും ആളുകളുള്ള സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. എനിക്ക് വേഗം ആ വേല പോകുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്, അസുഖമായവരുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ആദ്യം ചെയ്യാം. വേറെ എന്തെങ്കിലും കാര്യം കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആവും. അത് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് അതെ പിന്നെയും നമുക്ക് ഭയങ്കര ഒരു ലഹരി പോലെയാവും. ഇപ്പോൾ കുട്ടികൾക്ക് ലഹരി, ഇപ്പോൾ MDMA അടിച്ചിട്ട് മറ്റുള്ള ലഹരിയില്ലേ, അത് ആ ഒരു ലഹരി മൊബൈൽ യൂസ് ചെയ്തിട്ട് ലഹരിയല്ലേ. മൊബൈൽ അഡിക്ഷൻ ആകുമ്പോൾ അത് ലഹരിയാണ് അല്ലേ? ഫുട്ബോൾ ലഹരിയാണ്. അതുപോലെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്ന ലഹരിയാണ്. നമുക്കൊരാളെ നമ്മൾ സഹായിച്ച് നോക്കി നമുക്ക് പിറ്റേന്ന് നമുക്ക് തോന്നും അടുത്ത എന്തെങ്കിലും ചെയ്യണം. ശരിയല്ലേ? അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ആൾക്ക് ഒരു ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങളൊന്ന് കൂട്ടായ്മ ചിന്തിച്ച് നോക്കൂ എന്നൊരു വിവേകാനന്ദ സഹകരണ സംഘം 25 വർഷം പിന്നിട്ട് കഴിഞ്ഞു. സിൽവർ ജൂബിലി കഴിഞ്ഞ മാസം നടത്തി കഴിഞ്ഞു. അതെ ഞാൻ പറഞ്ഞുതരാം. സിൽവർ ജൂബിലി ഞങ്ങൾ നടത്തി കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്.
ഈ സംഘടന കൊടുക്കുന്ന വയോമിത്രം കൂട്ടായ്മ 2 വർഷമായിട്ട് ആരംഭിച്ചത്. പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങൾക്കിപ്പോൾ രോഗം ബാധിച്ചിട്ടുണ്ട്, ഡോക്ടർ ഷീറ്റായി വന്നാൽ ഞങ്ങളൊരു ഷീറ്റ് കൊടുത്താൽ, സംഘടന ഷീറ്റ് കൊടുത്താൽ അത് മലബാർ ഗോൾഡ് അത്രയായാലും മരുന്നുള്ളതിൻ്റെ കൊടുക്കും. അതുപോലെ നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക് ചെറിയൊരു പെൻഷൻ, തിരഞ്ഞെടുത്ത കുറച്ച് ആളുകൾക്ക് ചെറിയൊരു പെൻഷൻ, സാമ്പത്തിക പെൻഷൻ എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ധനസഹായം നമ്മൾ ഇപ്പോൾ എത്രയോ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്, 10-25 വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ വീട് പൊളിഞ്ഞ ആളുകൾക്ക് വീട് നന്നാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്തെല്ലാം പ്രദേശത്തുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളിലും ഇടപെട്ട് കാര്യങ്ങൾ നീക്കുന്നുണ്ട്. അല്ല, നമ്മൾ സംഘടന ചെയ്യുന്ന പറഞ്ഞാൽ സംഘടനക്ക് ഒറ്റക്കെടുത്ത് ചെയ്യുന്നില്ല. സംഘടന മറ്റുള്ള ആളുകളെ സമീപിച്ച് അവരിൽ നിന്ന് എന്തൊക്കെ സ്വരൂപിച്ച് അതിനുശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒട്ടനവധി മെഡിക്കൽ ക്യാമ്പുകൾ, അലോപ്പതി, അത് തിമിര, കണ്ണിൻ്റെ, അതെല്ലാം ഒരുപാട് ക്യാമ്പുകൾ വേണ്ട മാതിരി ഇവിടെ കൈകാര്യം ചെയ്തു. 25 വർഷം ജനോപകാരപ്രദമായ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ജാതി മത കക്ഷി ഭേദമെന്നെ നീങ്ങുന്ന എല്ലാവരെയും സാഹോദര്യം, സ്വാമി വിവേകാനന്ദൻ്റെ ആശയങ്ങൾ, വിശ്വമാന വൈക്യം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന സംഘടനയാണ്. നമ്മുടെ ഈ സംഘടന രൂപീകരിച്ചത് തന്നെ വിശ്വമാനവ ഐക്യത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യ മനസ്സുകളിൽ സ്നേഹവും സാഹോദര്യവും വഴിവിട്ടു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു 2000 കാലഘട്ടത്തിൽ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തെക്കും വടക്കും ഭാഗങ്ങളിലെല്ലാം അടിക്കടി കൊലപാതകങ്ങളും സംഘടനകളൊക്കെ നടന്ന ആ കാലഘട്ടത്തിലാണ് ഈ സംഘടന രൂപീകരിച്ചത്. സംഘടന രൂപീകരിക്കുന്നതിന് മുൻപ് 2 വർഷവും ആലോചനാ യോഗങ്ങൾ നടത്തിയിട്ടാണ് സംഘടന രൂപീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും അംഗങ്ങളാക്കി 20 രൂപ വീതമുള്ള മെമ്പർഷിപ്പുകൾ എടുത്തിട്ടാണ് സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെറും 20 രൂപയാണ് ഒരു വർഷത്തേക്ക് വാങ്ങുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 20 രൂപ വാങ്ങുന്നത് എല്ലാ ആളുകൾക്കും ഒരു പങ്കാളിത്തം നൽകാൻ വേണ്ടിയിട്ട്. 100 രൂപ 200 രൂപയാണെന്ന് പറയുമ്പോൾ ഞാനില്ല എന്ന് പറയും. അപ്പോൾ 20 രൂപയാണ് അവർ തരുന്നതെങ്കിലും അവരിതിൽ പങ്കാളിയാവും. അപ്പം അവർ ഈ സംഘടനയിൽ അംഗമായി മാറും. അപ്പോൾ ആ സംഘടനയിൽ ആദ്യകാലങ്ങളിൽ ഞാനും ഈ പറയുന്ന ശശീന്ദ്രബാബുവൊക്കെ ആയിരുന്നു അതിൻ്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ, പിൽക്കാലത്ത് ഞങ്ങളൊക്കെ പ്രായത്തിൻ്റെ കാരണങ്ങളാൽ പിന്നോട്ട് പോകുമ്പോൾ ഞങ്ങളെ മക്കളും അതേമാതിരിയുള്ള മറ്റാളുകളും ഇതിൽ രംഗത്തേക്ക് വന്നു. അങ്ങനെയാണ് എൻ്റെ മകനിപ്പോൾ ഈ മേഖല സംഘടനയുടെ പ്രസിഡൻ്റായി വന്നത്. എന്തായാലും മാഡം നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത്. അമ്പുചേട്ടത്തി വേണ്ടി ഒരു നല്ല അഭിപ്രായം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൂട്ടായ്മയിൽ 50 പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ 50 പേരുടെയും ചെറിയൊരു കോൺട്രിബ്യൂഷനിൽ സമൂഹത്തിൽ എന്തെങ്കിലും സേവനം ചെയ്താൽ നന്നാവും. അതാണ് മാഡം പറഞ്ഞത് അല്ലേ? അപ്പോൾ അത് ചെറുതായിട്ട് ഓരോരുത്തർ ചെയ്താലും അത് കൂട്ടി വെക്കുമ്പോൾ വലിയൊരു സംഖ്യയാവും. അങ്ങനെ നമ്മളൊരു സേവനം വയോമിത്രത്തിൻ്റെ തലത്തിൽ ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചത്. വിവേകാനന്ദ സേവാ പ്രവർത്തക സംഘം ഒരുപാട് സേവനം ചെയ്യുന്നുണ്ട്. അത് മെഡിക്കൽ ക്യാമ്പായിട്ടും ഇപ്പം മരുന്ന് വിതരണമായിട്ടും പിന്നെ അതേപോലെ മറ്റ് പല രീതിയിലായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ സംഘടനാപരമായിട്ട് പറഞ്ഞു. അതിൻ്റെ പുറമെ മുന്നേ പുരുഷേട്ടനൊക്കെ സൂചിപ്പിച്ച പോലെ നമ്മൾ കുറച്ച് ഒരു ചെറിയ തുക സ്വരൂപിച്ച് നമുക്കിടയിൽ തന്നെ ഉണ്ടാകുന്ന അപകടങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നം വരുമ്പോൾ ഒരാളെ സഹായിക്കണമെന്ന് പറഞ്ഞ ആശയം പോലെ ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആവുന്ന സമയത്ത് അവർ ഒരുപാട് സമൂഹത്തിലെ പ്രയാസങ്ങൾ നേരിട്ട് ദൈനംദിനം മണിക്കൂറുകൾ ഇടവിട്ട് കാണുന്ന ആളുകളാണ്. അപ്പോൾ അവരവരുടെ എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ വലിയൊരു പോയിൻ്റാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെ, ഒരു കഥയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല. അപ്പം പ്രത്യേകിച്ച് ജനമൈത്രി എന്ന് പറയുന്നൊരു സംവിധാനം കൂടി വന്നതുകൊണ്ട് സമൂഹത്തിലുള്ള ഇത്തരം കാര്യങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ട് അറിയാനും അവർക്ക് അനുഭവം എന്നുള്ള രീതിയിൽ പറയാനും പറ്റും. അപ്പോൾ നമ്മൾക്ക് പറ്റുന്ന അണ്ണാറക്കണ്ണനും തന്നാലായ എന്നുള്ള രീതിയിൽ ചെറിയൊരു സഹായം നമ്മൾ സ്വരൂപിച്ച് വെച്ച് വർഷത്തിലൊരിക്കലെങ്കിലും, ആഴ്ചയിലോ മാസത്തിലോ തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ സമൂഹ നന്മയ്ക്കായിട്ട് കൂടി ചെയ്യണമെന്ന അഭിപ്രായമാണ് പറഞ്ഞത്. ആ അഭിപ്രായത്തെ നമുക്ക് 2 കൈയും അടിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്വീകരിക്കാം. നോക്കാം, ഇത് കുറച്ചൊരു ഉത്സാഹം ഉണ്ടാവും. നോക്കാം, ഒന്നുകൂടി സ്പീഡിൽ ശ്രദ്ധിക്കണം. കേട്ടോ, കയ്യിലെത്തുമ്പോഴല്ല ഇവിടെ തട്ടുപടി. ശ്രദ്ധിക്കണേ, ആരും ഔട്ടാവുന്നില്ല കേട്ടോ. ശരി.
അടുത്ത കളി. കൈ എല്ലാവരും എത്താൻ ബുദ്ധിമുട്ടുള്ളവർ ചെയ്യണ്ട. ആകാശം, ഭൂമി, പാതാളം. ആകാശം എന്ന് പറഞ്ഞാൽ മുഴുവൻ പൊട്ടിക്കണം. ഇത് നമുക്ക് അറിയട്ടെ, ഞാൻ കൂടി ശ്രദ്ധിക്കണം. ആകാശം ഉള്ള, ഭൂമി, പാതാളം. ഞാൻ തെറ്റിച്ച് കാണിച്ചാലും നിങ്ങൾ ശരിയായിട്ട് ചെയ്യണം, തെറ്റിച്ച് പറഞ്ഞാലും ശരിയായിട്ട്. ആകാശം, ഭൂമി, പാതാളം, 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 ആകാശം, ഭൂമി, പാതാളം, ആകാശം, ഭൂമി, ഭൂമി. ഭൂമി എവിടെയാ? ഭൂമി ഇവിടെ തന്നെ നടുവില്. ഭൂമി, പാതാളം, ആകാശം. ഇങ്ങനെ 4 മുതൽ വൈകിട്ട് 4 മുതൽ 5:30 വരെ ഒരു അവർക്ക് എൻഗേജ്ഡായി മനസ്സ് സന്തുഷ്ടമായിട്ട് പോകുന്ന രീതിയിലുള്ള കാര്യപരിപാടികളാണ് വിവേകാനന്ദ സേവാ പ്രവർത്തക സംഘം ഈ വയോജന സൗഹൃദ കൂട്ടായ്മയിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇതിനിടയ്ക്ക് തന്നെ ഒരു 3 യാത്രകൾ പുറത്തു പോയിട്ടുണ്ട്. ഇവർക്കൊരു സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ അമ്മമാരോടൊപ്പം അച്ഛന്മാരോടൊപ്പം നമ്മൾ പുറത്ത് ചെറിയ യാത്രകൾ, ഒരു രാവിലെ പോയി അതിരാവിലെ പോയി ഇരുട്ടാവുന്നതിന് മുന്നേ തിരിച്ചെത്തുന്ന രീതിയിലുള്ള യാത്രകൾ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ആഘോഷ പരിപാടികളൊക്കെ വരുന്ന സമയത്ത്, ഇപ്പോൾ ഓണാഘോഷം, അങ്ങനത്തെ ഒരു കുടുംബ സംഘമായിട്ട് നമ്മൾ നടത്തും. ഈ മാർച്ച് 7, ഓരോ മാർച്ച് 7 വരുന്ന സമയത്ത് ഇപ്പം 1-ാം വാർഷികം നമ്മൾ വളരെ വിപുലമായിട്ട് ആഘോഷിച്ചു. ഇനി അടുത്ത മാർച്ച് 7 2-ാം വാർഷികം അതിവിപുലമായിട്ട് നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. അതിൽ കുറച്ച് കലാപരിപാടികളും മറ്റു ക്രമങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പരിപാടിയാണ് നമ്മളിപ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പ്രദേശത്തുള്ള മിക്ക ആളുകളും ഇതിൽ വരാൻ വേണ്ടി താല്പര്യപ്പെട്ടിട്ട് ഇപ്പം ഓരോ വ്യാഴാഴ്ച ആവാൻ വേണ്ടി അവർ കാത്തു നിൽക്കുന്ന സാഹചര്യത്തിലാണ് പോകുന്നത്. ഒരു 40 മുതൽ 45 ആളുകൾ വരെ എല്ലാ വ്യാഴാഴ്ചയും സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ഏറ്റവും അവസാനം അവർ ഒരു ചായയും സ്നാക്സും, വിവിധങ്ങളായ സ്നാക്സും കഴിച്ചിട്ടാണ് പിരിയുന്നത്. ആ ചായയും സ്നാക്സും എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ ചില സുമനസ്സുകളിൽ നിന്ന് അവർ സ്വയമേവ ഇവിടെ ഇങ്ങനെ ഇന്ന് എൻ്റെ കോൺട്രിബ്യൂഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവർ സംഭാവനയായിട്ട് തരുന്നതാണ്. അങ്ങനെയാണ് ഓരോ വ്യാഴാഴ്ചയും ഈ ചായയും സ്നാക്സും നമുക്ക് നൽകാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോ നമ്മളെ ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ പന്നേക്കരയിലെ മേഡത്തിൽ സാറിന് നമ്മുടെ വയോമിത്ര കൂട്ടായ്മയുടെ പേരിൽ എല്ലാവിധ കൃതജ്ഞതയും സ്നേഹവും അറിയിക്കുക. നമ്മുടെ സംഘടന എന്ന് പറയുന്നത് വിവേകാനന്ദ സേവാ പ്രവർത്തക സംഘം എന്ന സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സാമൂഹ്യ സാംസ്കാരിക സംഘടനയാണ്. ഒഫീഷ്യലി ഇത് രജിസ്റ്റർ ചെയ്തത് 2000-ലാണ്. ആ 2000 വർഷം മുതൽ ഇപ്പം ഈ 26 വർഷമായിട്ട് തുടർച്ചയായിട്ട് കൃത്യമായിട്ട് ജനറൽ ബോഡി കൂടി ജനാധിപത്യപരമായിട്ട് പുതിയ കമ്മിറ്റി തിരഞ്ഞെടുത്ത് ആ തിരഞ്ഞെടുത്ത കമ്മിറ്റിയുടെ ഭരണസമിതി പട്ടിക കൃത്യമായിട്ട് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് നമ്മൾ പുതുക്കി ഒക്കെയിട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു 31 അംഗ കമ്മിറ്റിയാണ് ഈ വർഷം തിരഞ്ഞെടുത്തത്. അതിൽ പ്രസിഡൻ്റായിട്ട് ഞാൻ റിനോയ് പയ്യാനക്കൽ എന്നാണ് എൻ്റെ പേര്. അതുപോലെ ജനറൽ സെക്രട്ടറി ആയിട്ട് CP വിഷ്ണു, അതുപോലെ 2 വൈസ് പ്രസിഡന്റുമാരുണ്ട്. ഒന്ന് പ്രജുല ഷാജി, ഒന്ന് ശ്രീ ജിതോഷ്. അതുപോലെ ജനറൽ സെക്രട്ടറിയെ സഹായിക്കാനായിട്ട് 2 സെക്രട്ടറിമാരുണ്ട്. ഒന്ന് ശ്രീ C സഗീഷ്, ഒന്ന് ശ്രീമതി ബീന രാജേഷ്. അതുപോലെ ഈ സംഘടനയുടെ ഖജാൻജി എന്ന് പറയുന്നത് ശ്രീമതി ഡെയ്സി ജോൺ, അവരാണ് ഖജാൻജി. അതുപോലെ 4 രക്ഷാധികാരികളുണ്ട്. ഒന്ന് ശ്രീ KK വിജയരാജൻ, ശ്രീ CK ശശീന്ദ്രബാബു, ശ്രീ P മനോഹരൻ, ശ്രീ വള്ളത്തൂർ രത്നാകരൻ എന്നിങ്ങനെ 4 രക്ഷാധികാരികളും അടങ്ങുന്ന ഒരു ഭാരവാഹി ടീമാണ് ഇതിനുള്ളത്. കൂടാതെ ബാക്കി ഉള്ളവരൊരു പ്രവർത്തക സമിതി അംഗങ്ങൾ എന്നുള്ള രീതിയിൽ അങ്ങനെ ആകെ 31 അംഗ പ്രവർത്തക സമിതിയാണ് ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സംഘടനാ ചട്ടക്കൂട് എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു വരുന്നത്. അത് പ്രതിവർഷം ജനറൽ ബോഡിയിൽ തിരഞ്ഞെടുക്കുന്നതാണ്. അത് ഈ വർഷം തിരഞ്ഞെടുത്തത് 31 അംഗ ജനറൽ ബോഡിയിൽ 31 അംഗ കമ്മിറ്റിയാണ് ജനറൽ ബോഡിയിലൂടെ തിരഞ്ഞെടുത്തത്. 2 കാര്യം. ഒന്ന്, നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ടുള്ള 3 വ്യക്തികൾ. ഒന്ന് മാഡത്തിന്റെ പേര് ചോദിക്കാൻ വിട്ടുപോയി, സുനിത മാഡം. അവർ ASI ആണ് പന്നേക്കര പോലീസ്. അതുപോലെ നമ്മുടെ ജനമൈത്രി പോലീസ് ഓഫീസർ വിജയ് സാർ, ബീറ്റ് ഓഫീസർ. അപ്പൊ അവർക്ക് 2 പേർക്ക് നമ്മുടെ കൃതജ്ഞത അറിയിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വയോമിത്ര കൂട്ടായ്മയുടെ പേരിൽ കൃതജ്ഞതയും
സ്നേഹവും അറിയിക്കും. ശ്രീ കാവട്ടൻ അറ്റൻഡൻസ് എടുക്കും. വിനോയ്, നമസ്തേ. ദേവി എം, തങ്കമണി, ശ്രീമതി, വനജ, പങ്കജം, ഇല്ലേ, തുളസി, ശോഭ കളരിക്കൽ, ദേവാണി, സരോജിനി, അംബുജം, പ്രേമലത, പത്മാവതി, കാത്യാനി, സുലോചന, പറഞ്ഞു പോയോ, പത്മിനി, വിശാലാക്ഷി, സാവിത്രി, ഗോപാലൻ, വസന്ത, ശോഭന, ശോഭന, ശാന്ത, സുമ, നാരായണി, ചിത്ര, രമണി, കോമള, ബേബി, പ്രമീള, അജിതകുമാരി, പ്രഭ, പുരുഷോത്തമൻ, പ്രസാദ് ബി, പ്രിയംവദ, സാവിത്രി, സുഭാഷിണി, അടുത്ത വ്യാഴാഴ്ച